2 ദിവസത്തിന് മുമ്പ് വണ്ടിയുടെ മുകളിൽ ചാടി ഓടുന്നു. കൃഷി സാധനങ്ങളെല്ലാം നശിക്കുന്നുണ്ട്. ഇടത്തിങ്ങല്ല പറഞ്ഞു. പിന്നെ പുറത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൾക്കാർ രാത്രി പിന്നെ പുറത്തിറങ്ങുന്നു. കൊല്ലം ജില്ലയിലെ മലയോര മേഖലകളിൽ വന്യജീവികളുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്നു. കൊല്ലം ജില്ലയിലെ അഞ്ചൽ അലേമൺ ഭാഗത്താണ് ഞാനുള്ളത്. ഇവിടെ പരിസര പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി കാട്ടുപോത്തിന്റെ അടക്കമുള്ള വന്യജീവികളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നു. ജനവാസ മേഖലകളിലേക്കാണ് ഈ കാട്ടുപോത്ത് അടക്കമുള്ള വന്യജീവികൾ ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയും വെള്ളത്തിന്റെ ദൗർലഭ്യവും ആയിരിക്കാം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ജനവാസ മേഖലയിലേക്ക്, അതായത് വാഹനങ്ങളടക്കം പോകുന്ന റോഡിലേക്ക് പോലും ഇപ്പോൾ ഈ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് ഈ വന്യജീവികളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമുക്കതിന്റെ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളും ഇവിടെ താമസിക്കുന്ന ജനങ്ങളാകെ ഭീതിയിലാണ്. നമുക്ക് അവരോട് ചോദിക്കാം, ഇവിടുത്തെ ഫോറസ്റ്റ് അധികൃതരോ അല്ലെങ്കിൽ സർക്കാരോ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടോ എന്ന്. അഞ്ചെണ്ണം ആദ്യം ഉണ്ടായിരുന്നു. അത് ഒരെണ്ണം ഒറ്റ തിരിഞ്ഞ് ഈ ഭാഗത്താകാണ്ടൊക്കെ ഉണ്ട്. ബാക്കിയുള്ളത് അപ്പുറത്തുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഒരു കാലാവസ്ഥ മാറ്റി ചൂട് കൂടുതലാണോ ഇതിന്റെ മിക്കവാറും ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഒരുപാട് വന്യജീവികളുടെ ആക്രമണം കൂടി വരുന്നുണ്ടോ ഇവിടെ? മറ്റേതെങ്കിലും തരത്തിൽ എതിരെ ശല്യമോ അങ്ങനെ? പിന്നെ ഈ കൃഷി സാധനങ്ങളെല്ലാം നശിക്കുന്നുണ്ട്. ഇടത്തിങ്ങല്ല പറഞ്ഞു. പിന്നെ പുറത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൾക്കാർ രാത്രി പിന്നെ പുറത്തിറങ്ങുന്നു. ഇന്നലെ 2 ദിവസത്തിന് മുമ്പ് വണ്ടിയുടെ മുകളിൽ ചാടി ഓടുന്നു. പിന്നെ വനപാലകരൊക്കെ വണ്ടിയും കൊണ്ട് ഇവിടേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് അവർ വരുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വരുമ്പം തന്നെ കാണണമെന്നില്ലല്ലോ. അതിങ്ങനെ ഒരു വഴിക്ക് രാവിലെ ഇങ്ങനെ വരും. അതിങ്ങനെ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ വളരാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഇവിടെ ഉണ്ടാവും. പക്ഷേ വെള്ളം ആവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആഹാരമാവട്ടെ ഒക്കെ ഇവർക്ക് കൃഷി സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ കാണുന്ന ആഹാര സാധനങ്ങൾ കഴിക്കുക. ഇതിവിടെ കാട്ടുപോത്തിന്റെ മാത്രമല്ല, പന്നിയുടെയും കുരങ്ങിന്റെയും ഒക്കെ ശല്യം വളരെ വലിയ രീതിയിൽ കൂടുതലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇവിടുത്തെ നാട്ടുകാരോട് സംസാരിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ പങ്കിട്ടെടുത്തോളം കാലം ഈ കാട്ടുപോത്തിന്റെ മാത്രമല്ല മുള്ളൻപന്നിയുടെയും കാട്ടുപന്നികളുടെയും കുരങ്ങിന്റെയും ഒക്കെ ശല്യം വലിയ രീതിയിൽ രൂക്ഷമായിരിക്കുന്നു. വന്യജീവികളുടെ ഒരു കടന്നുകയറ്റം തന്നെ ജനവാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. ഏതായാലും ഇത് സംബന്ധിച്ച് ഫോറസ്റ്റോ അല്ലെങ്കിൽ സർക്കാരോ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ജനങ്ങൾ ഇപ്പോൾ ജീവനും കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു നെട്ടോട്ടം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.